നമസ്കാരം. എല്ലാവർക്കും ആത്മീയത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ദിവസം അല്ലെങ്കിൽ ഈ ഒരു നിമിഷം നിങ്ങൾ വെറുതെ ഈ വീഡിയോയിലേക്ക് എത്തിപ്പെട്ടതല്ല എന്ന് ഞാൻ ആദ്യം തന്നെ പറയുന്നു. കാരണം കലിയുഗ വരദനായ സാക്ഷാൽ അയ്യപ്പ സ്വാമിയുടെ ഒരു നിശ്ചയം ഇതിനു പിന്നിലുണ്ട്. മല കയറി തിരുനടയിൽ എത്താൻ സാധിക്കാത്തവർക്കും മനസ്സുകൊണ്ട് വ്രതമെടുത്ത് സ്വാമിയെ വിളിക്കുന്നവർക്കും ഭഗവാൻ നൽകുന്ന ചില സൂചനകളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ, നിങ്ങൾ അനുഭവിക്കുന്ന ചില സങ്കടങ്ങൾ, അതിനൊക്കെയുള്ള ഒരു മറുപടിയായിട്ടാണ് ഭഗവാൻ ഈ സന്ദേശം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായി കാണുക. ഇതൊരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ വലിയൊരു വഴിത്തിരിവിനുള്ള നിമിത്തമായേക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുൻപായി നമ്മുടെ ആത്മീയം ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഭഗവാന്റെ വിശേഷങ്ങളും പ്രാർത്ഥനകളും നിങ്ങളിലേക്ക് എത്താൻ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞങ്ങളിടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. നിങ്ങളെക്കുറിച്ച് ഭഗവാനെ വ്യക്തമായി അറിയാം. പുറമേ ചിരിക്കുമ്പോഴും ഉള്ളിൽ കരയുന്ന ഒരു മനസ്സ് നിങ്ങൾക്കുണ്ട്. അയ്യപ്പസ്വാമിയുടെ തൃക്കണ്ണുകളിൽ നിന്നും ഒന്നും മറച്ചു വെക്കാൻ നമുക്കാവില്ല. മറ്റുള്ളവരെ സ്നേഹിക്കാനും വിശ്വസിക്കാനും സഹായിക്കാനും മാത്രം അറിയാവുന്നവരാണ് നിങ്ങൾ. പലപ്പോഴും സ്വന്തം ആവശ്യം മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ഓടി നടന്നവരാണ്. പക്ഷെ തിരികെ നിങ്ങൾക്ക് എന്താണ് ലഭിച്ചത്? കല്ലും മുള്ളും നിറഞ്ഞ പാതകളായിരുന്നു നിങ്ങളുടെ ജീവിതം. മല കയറുന്നതിനേക്കാൾ കഠിനമായ വഴികളിലൂടെയാണ് നിങ്ങൾ സഞ്ചരിച്ചത്. വിശ്വസിച്ചവർ തന്നെ നിങ്ങളെ തള്ളിപ്പറഞ്ഞു. സ്നേഹിച്ചവർ തന്നെ പാതി വഴിയിൽ കൈവിട്ടു. എന്റെ അയ്യപ്പ, എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ എന്ന് എത്രയോ രാത്രികളിൽ നിങ്ങൾ നെഞ്ചുപൊട്ടി വിളിച്ചിട്ടുണ്ട്. എന്നാൽ ഭഗവാൻ പറയുകയാണ്, നിങ്ങളുടെ ആ നിലവിളി മലമുകളിലിരിക്കുന്ന അയ്യപ്പൻ കേട്ടിരിക്കുന്നു. കാനനവാസനായ ഭഗവാൻ ഭക്തന്റെ കണ്ണീര് കാണാതെ പോകില്ല. ഇത്രയും കാലം നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക്, നിങ്ങൾ സഹിച്ച അപമാനങ്ങൾക്ക് ഒരവസാനം കുറിക്കാൻ പോവുകയാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, നിങ്ങളെ വേദനിപ്പിച്ചവർ അല്ലെങ്കിൽ നിങ്ങളെ ചതിച്ചവർ, അവർക്കുള്ള മറുപടി കാലം കരുതി വെച്ചിട്ടുണ്ട്. അയ്യപ്പസ്വാമി ധർമ്മശാസ്താവാണ്. ധർമ്മത്തിന് നിരക്കാത്തത് ആര് ചെയ്താലും അത് നിങ്ങളുടെ നേരെ ആണെങ്കിൽ കൂടി അവർക്കുള്ള ശിക്ഷ ഭഗവാൻ തന്നെ നൽകിക്കൊള്ളും. നിങ്ങൾ അവർക്ക് എതിരെ പ്രതികരിക്കാനോ ശണ്ഠ കൂടാനോ പോകേണ്ടതില്ല. സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ച് ഭഗവാനിലേക്ക് അർപ്പിക്കുക. നിങ്ങളുടെ യുദ്ധം ഇനി ഭഗവാനാണ് നയിക്കാൻ പോകുന്നത്. പലപ്പോഴും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും, എന്തുകൊണ്ടാണ് എൻ്റെ പ്രാർത്ഥനകൾക്ക് മാത്രം ഫലം കാണാൻ വൈകുന്നത് എന്ന്. നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് പലതും നടക്കാറില്ല. കഠിനമായി പരിശ്രമിച്ചിട്ടും തൊഴിലിലോ വിവാഹ കാര്യത്തിലോ വീട് പണിയിലോ ഒക്കെ ചെറിയ ചെറിയ തടസ്സങ്ങൾ നേരിടുന്നു. ഇതൊരു കാത്തിരിപ്പാണ്. 41 ദിവസത്തെ വ്രതമെടുത്ത് ശരീരം ശുദ്ധിയാക്കുന്നത് പോലെ നിങ്ങളുടെ മനസ്സിനെയും ജീവിതത്തെയും പാകപ്പെടുത്താൻ ഭഗവാൻ നൽകിയ ഒരു വ്രതകാലമായിരുന്നു ഈ കഴിഞ്ഞു പോയത്. ആ കാത്തിരിപ്പിന്, ആ കാലതാമസത്തിന് ഇനി അർത്ഥമുണ്ടാകാൻ പോവുകയാണ്. വൈകി ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടാത്ത അത്രയും വലിയ സൗഭാഗ്യങ്ങളായിരിക്കുമെന്ന് സ്വാമി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ സ്വഭാവത്തിലെ ഏറ്റവും വലിയ ഗുണം നിങ്ങളുടെ നിഷ്കളങ്കതയാണ്. ആരെയും പെട്ടെന്ന് വിശ്വസിക്കും. മുഖസ്തുതി പറയുന്നവരെ തിരിച്ചറിയാൻ പലപ്പോഴും നിങ്ങൾക്ക് സാധിക്കാറില്ല. അതുകൊണ്ട് പല ചതിക്കുഴികളിലും നിങ്ങൾ വീണുപോയിട്ടുമുണ്ട്. ധനനഷ്ടവും മാനഹാനിയും അതിലൂടെ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ സ്വാമി നിങ്ങളോട് പറയുന്നു, ഇനിയെങ്കിലും ജാഗ്രത പാലിക്കുക. എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. കൂടെ നടക്കുന്നവരിൽ തന്നെ ശത്രുക്കളും ഉണ്ടാകാം. ഭക്തിയാകുന്ന ഇരുമുടിക്കെട്ട് തലയിലേന്തി ജാഗ്രതയോടെ വേണം ഇനി നിങ്ങൾ ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കാൻ. നിങ്ങളുടെ നന്മ മുതലെടുക്കാൻ വരുന്നവരെ തിരിച്ചറിയാനുള്ള വിവേകം അയ്യപ്പസ്വാമി നിങ്ങൾക്ക് നൽകിക്കഴിഞ്ഞു. ഇനി വരാൻ പോകുന്ന നാളുകൾ അത് ശുഭവാർത്തകളുടേതാണ്. 18-ാം പടി കയറി ഭഗവാന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ലഭിക്കുന്ന ആ ഒരു നിർവൃതിയില്ലേ, അത്തരം ഒരു മനസമാധാനം നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരാൻ പോവുകയാണ്. തൊഴിൽപരമായ തടസ്സങ്ങൾ മാറും. സാമ്പത്തികമായി വല്ലാതെ ബുദ്ധിമുട്ടിയിരുന്ന അവസ്ഥയിൽ നിന്ന് കരകയറി അതിനുള്ള ഒരു വഴി ഭഗവാൻ തെളിയിച്ചു തരും. അത് ചിലപ്പോൾ നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു രൂപത്തിലായിരിക്കാം നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. പ്രത്യേകിച്ച് വീടുമായി ബന്ധപ്പെട്ടോ സ്ഥലവുമായി ബന്ധപ്പെട്ടോ ദീർഘകാലമായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരാഗ്രഹമുണ്ടെങ്കിൽ അത് സഫലമാകാനുള്ള യോഗം തെളിഞ്ഞു വരുന്നുണ്ട്.
ശത്രുക്കളുടെ ശല്യം കുറയുകയും നിങ്ങളെ തെറ്റിദ്ധരിച്ചവർ സത്യം തിരിച്ചറിഞ്ഞ് തിരികെ വരികയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണിത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: വിശ്വാസം കൈവിടരുത്. തത്വമസി എന്ന വലിയ തത്വം പോലെ ഭഗവാൻ നിങ്ങളിൽ തന്നെയാണുള്ളത്. തളർന്നു പോകുന്ന നിമിഷങ്ങളിൽ, ഏകാന്തത അനുഭവപ്പെടുന്ന സമയങ്ങളിൽ മനസ്സിൽ അയ്യപ്പസ്വാമിയുടെ രൂപം ധ്യാനിക്കുക, ശരണം വിളിക്കുക. ആ വിളിപ്പുറത്താണ് സാക്ഷാൽ മണികണ്ഠൻ. നിങ്ങളുടെ ഈ നല്ല മനസ്സ്, ആർക്കും ദോഷം വരാൻ ആഗ്രഹിക്കാത്ത ആ ഒരു ചിന്താഗതി, അതുതന്നെയാണ് ഭഗവാന് നിങ്ങളോടുള്ള വാത്സല്യത്തിന് കാരണവും. എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും വേണ്ടില്ല, മറ്റുള്ളവരെ സഹായിക്കാൻ നിങ്ങൾ കാണിക്കുന്ന ആ സന്നദ്ധത ഭഗവാൻ കാണുന്നുമുണ്ട്. അതിനുള്ള പുണ്യം നിങ്ങളുടെ തലമുറകൾക്ക് സ്വാമി നൽകും. അതുകൊണ്ട് എല്ലാവരും സമാധാനമായിരിക്കുക. ഭയം വേണ്ട. ഇരുളടഞ്ഞ വനപാതയിലൂടെ നടക്കുമ്പോഴും ഭക്തന് വഴിവിളക്കായി അയ്യപ്പനുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ജീവിതത്തിലെ ഈ പ്രതിസന്ധി ഘട്ടത്തിലും ആ കൈപിടിച്ച് മുന്നേറാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം, അത് എത്ര വലിയ കാര്യവുമാകട്ടെ, അത് സാധിച്ചു തരാൻ കലിയുഗവരദൻ തീരുമാനിച്ചു കഴിഞ്ഞു. തടസ്സങ്ങളെല്ലാം പമ്പാ നദിയിലെ ഒഴുക്കിൽ എന്ന പോലെ ഒഴുകിപ്പോകും. ശുഭകരമായ മാറ്റങ്ങൾക്കായി, നല്ലൊരു നാളേക്കായി കാത്തിരിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങളുടെ ജീവിതവുമായി ബന്ധമുള്ളതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് താഴെ കമന്റ് ബോക്സിൽ കുറിക്കാവുന്നതാണ്. ഭഗവാന്റെ നാമം ജപിക്കുന്നത് തന്നെ വലിയൊരു പുണ്യമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ആശ്വാസമായെങ്കിൽ, ഇതിഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. കഷ്ടപ്പെടുന്ന മറ്റുള്ളവരിലേക്കും ഈ ഭഗവത് സന്ദേശം ഷെയർ ചെയ്തെത്തിക്കുക. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും സഫലമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.